അപ്പം നമ്മുടെ തേർഡ് സെമ്മിൻ്റെ പോർഷൻസൊക്കെ ഒരുവിധം നമ്മൾ തീർന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത സെമ്മിലേക്ക് അടുക്കാണ്. സമയം വളരെ വൈകിപ്പോയിട്ടുണ്ട്. ജനുവരി പകുതിയായി. അത് കഴിയുന്നപ്പോൾ നമ്മൾ ഈ സെമ്മിൻ്റെ പോർഷൻസ് തീർക്കണം. ഈ സെമ്മിൻ്റെ പേപ്പറൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒന്നാമത്തെ പേപ്പർ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് എന്നുള്ള ഫസ്റ്റ് പേപ്പർ വരുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ബാക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് സം ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് കെമിസ്ട്രി ഉപയോഗിക്കുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ആണ്. അതിൻ്റെയൊക്കെ ഇൻസ്ട്രുമെൻറ്റേഷനും അതിൻ്റെയൊക്കെ തിയറിയും പ്രാക്ടിക്കലും പ്രാക്ടീസും ആപ്ലിക്കേഷനും ഒക്കെയാണ് പ്രധാനമായിട്ട്. ഓപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ തിയറി എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓപ്റ്റിക്കൽ മെത്തേഡ്സ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ? ഇലക്ട്രിക്കൽ മെത്തേഡ്സ്, തെർമൽ മെത്തേഡ്സ്. ഓക്കെ, തെർമൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, മനസ്സിലായില്ലേ? തെർമൽ ഹീറ്റ് ചെയ്യുകയോ കൂളിയൊക്കെ ചെയ്യുമ്പോൾ ചില ചേഞ്ചസ് പഠിക്കുന്നതായിരിക്കും തെർമൽ മെത്തേഡ്സ്. ഓപ്റ്റിക്കൽ മെത്തേഡ്സ്, ലൈറ്റുമായിട്ട് ഇൻട്രാക്ഷൻ. ഇലക്ട്രിക്കൽ മെത്തേഡ്സ്, ഇലക്ട്രിസിറ്റി, കൂളോമെട്രി, ആംബറോമെട്രി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോളാരോഗ്രാഫി പോലെയുള്ള കറണ്ട് ഉപയോഗിച്ചുള്ള മെത്തേഡ്സ്. ഇങ്ങനെ ഒരു 6 യൂണിറ്റുകൾ നമുക്ക് പഠിക്കാണ്ട്. അതിൽ 6ാമത്തെ യൂണിറ്റാന്ന് പറഞ്ഞാൽ 6ാമത്തെ 5ാമത്തെ യൂണിറ്റാണ് തെർമൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. അത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് തെർമൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. ഇതിനെപ്പറ്റി അധികം ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് കളയാൻ നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. തെർമൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. And what is thermal method of analysis? We can simply see that this is a method of analysis in which some parameter, some physical parameter of a sample is measured as a function of temperature. Clear? Some physical parameter of the sample is measured as a function of temperature. That is, the sample can be either heated or cooled. Temperature vary ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും physical parameter measure ചെയ്യാം. And from that we get a lot of idea about the sample or its characteristics or its concentration, whatever it may be. അതാണ് ചുരുക്കി പറഞ്ഞാൽ എന്ത് തെർമൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു സാമ്പിളിനെ ഹീറ്റ് ചെയ്യുകയോ കൂൾ ചെയ്യുകയോ, തെർമൽ വേരിയേഷൻ മനസ്സിലായില്ല നടത്തുമ്പോൾ, അല്ലെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ, ടെമ്പറേച്ചർ ഒരു പ്രത്യേക സൈഡിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ടെമ്പറേച്ചറിലുള്ള വരുന്ന മാറ്റം കൊണ്ട് അതിൽ വരുന്ന എന്തെങ്കിലും ഒരു ഫിസിക്കൽ പാരാമീറ്ററിന്റെ മാറ്റമാണ്. ജനറലി യു ക്യാൻ കോൾ ഇറ്റ് എ തെർമൽ മെത്തേഡ് ഓഫ് അനാലിസിസ്. That is a measurement of any physical parameter and change in the physical parameter, you can say, of the sample when the temperature varies or with the temperature. നമുക്ക് മനസ്സിലായി, change in with the temperature vary ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, ജനറൽ ആയിട്ട് അതാണ് തെർമൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുക. വെരി സിമ്പിൾ എക്സാമ്പിൾ. യു നോ, you are very familiar with this example, calcium carbonate. ഈ കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ ചൂടാക്കുക. the temperature is allowed to rise from the ambient room temperature, that is say about 30 degree. 30 ഡിഗ്രിയിലും 40ലും 50ലും 60ലും 70ലും ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ ഇതിലൊന്നും സംഭവിക്കില്ല. ഇറ്റ്സ് പ്യുവർ സാമ്പിൾ. It will resist any change until ഏതാണ് as the decomposition temperature of calcium carbonate is reached. ഒരു 450-500 ഡിഗ്രി എത്തുമ്പോൾ അത് ഡീകമ്പോസ്, അറൌണ്ട് 500 ഡിഗ്രി we can see calcium carbonate decomposes to calcium oxide and carbon dioxide. Carbon dioxide being gaseous, it will escape. അപ്പൊ എന്ത് മാറ്റം ഉണ്ടാവില്ലേ? അതിന്റെ വെയിറ്റ് കുറയും അല്ലേ? ശരിയല്ലേ? So suppose there is a provision for continuously recording the mass of the sample. We have taken a small quantity of calcium carbonate in a particular crucible or what a vessel, you can say container, and its mass is recorded continuously as a function of temperature. We can see that the mass will remain constant up to say 400 or 500 degrees Celsius, and then we can see that there is a sudden change or decrease in mass due to the evolution of carbon dioxide.
എത്ര കുറവുണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്ര കുറവുണ്ടാവും കാൽസ്യം കാർബണേറ്റിന്റെ വെയിറ്റ്? നമുക്കറിയാം കാൽസ്യം കാർബണേറ്റിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. കാൽസ്യത്തിന്റെ 40ഉം കാർബണിന്റെ 12ഉം 3 ഓക്സിജന്റെ 48 കുട്ടിയെ കൃത്യമായിട്ട് അത് 100 എന്നാണ്. 40ഉം 12ഉം 48. ശരി, 100. സോ ഹാപ്പൻസ് എത്രയേ ഉള്ളൂ? 100 ആണ് ഇതിന്റെ മോളിക്കുലാർ മാസ്. കാൽസ്യം ഓക്സൈഡിന്റെ 56 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ 44 ആണ്. So we can definitely say that at this temperature calcium carbonate will suffer a loss of 44% of its weight. ഈ പറഞ്ഞ 500 ഡിഗ്രിന്റെ അടുത്ത് ടെമ്പറേച്ചർ എത്തുമ്പോൾ പെട്ടെന്ന് അതിന്റെ മാസ്, അതുവരെ മാസ് കോൺസ്റ്റന്റ് ആയി നിൽക്കും, അവിടെ എത്തുമ്പോൾ അതിന്റെ മാസ് ഒരു 44% പെട്ടെന്ന് കുറഞ്ഞു. എന്തുകൊണ്ടാണ്? ഓരോ 100ലും 44 കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് പുറത്തേക്കും. 44 out of 100 will be evolved as gas. We can see that the mass will be changed into 56. അപ്പോഴേ ഇനി വേറെ കാര്യം പറയാം. സപ്പോസ് വി ഹാവ് മിക്സ്ചർ ഓഫ് സേ കാൽസ്യം കാർബണേറ്റ് ആൻഡ് സിലിക്കൺ ഡയോക്സൈഡ്. കാൽസ്യം കാർബണേറ്റും പൂഴിയും കൂടി സിലിക്കൺ ഡയോക്സൈഡ് ആണ്. നല്ല പേർ സിലിക്കയും കാൽസ്യം കാർബണേറ്റും കൂടെ മിക്സ്ചർ എടുത്തെന്ന് വിചാരിച്ചു. നമുക്കതില് എത്ര കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, എത്ര സിലിക്ക ഉണ്ട് നമുക്കറിയില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനെന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ടെമ്പറേച്ചറിൽ കടത്തി വിടുന്നു. അതായത് ഹീറ്റഡ് അപ് ടു ടെമ്പറേച്ചർ ഓഫ് ഡീകമ്പോസിഷൻ ഓഫ്, നേരത്തെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു വേണ്ട. ഫോർ എക്സാമ്പിൾ വി സിംപ്ലി ഹീറ്റ് ഇറ്റ് അപ് ടു സേ 600 ഡിഗ്രി സെൽഷ്യസ്, 600 ഡിഗ്രി വരെ ചൂടാക്കുക. അപ്പോഴേക്കും ഇതിന്റെ കാർബൺ ഡയോക്സൈഡ് കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. ആൻഡ് നോട്ട് ദി ഡിക്രീസ് ഓർ ദി റിഡക്ഷൻ ഇൻ മാസ്. You can see that if it loses, ആദ്യം നമ്മൾ 240 മില്ലിഗ്രാം എടുത്തെന്ന് വിചാരിച്ചാൽ മിക്സ്ചർ ഓഫ് മനസ്സിലാവുമല്ലോ. കാൽസ്യം കാർബണേറ്റ് സിലിക്ക കൂടി 240 മില്ലിഗ്രാം എടുത്തിട്ട് ചൂടാക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു 55 ഗ്രാം ലോസ് വന്നു. അതായത് 600 ഡിഗ്രി വരെ ചൂടാക്കിയിട്ട് അതിനെ തണുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ മാസ് കേവലം എത്രയായി? 185 ആയി. That means it lost 55 milligrams. ഇത് 250 മില്ലിഗ്രാം ആണ്. 55 മില്ലിഗ്രാം പോയി. 55 മില്ലിഗ്രാം പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് അത്രയും പോയതാരാണ്? ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയാണ് അല്ലേ? ബിക്കോസ് സിലിക്കൺ ഡയോക്സൈഡ് does not decompose at this temperature. It is very stable towards heat and it will not suffer any loss of mass at this temperature. അപ്പൊ ഈ കാൽസ്യം കാർബണേറ്റും സിലിക്കയും കൂടെയുള്ള മിക്സ്ചർ നമ്മൾ ചൂടാക്കിയിട്ട് അതിൽ എന്തുമാത്രം മാസ് കുറഞ്ഞോ ആ മാസ് കുറഞ്ഞ ആരെ കൊണ്ടായിരിക്കാം? അതിലുള്ള കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവും. എന്തുണ്ടാവില്ല? സിലിക്ക ഉണ്ടാവില്ല. അപ്പൊ അതിൽ എത്ര കാൽസ്യം? കാരണം 55 ഗ്രാം 44 മില്ലിഗ്രാമാ പറഞ്ഞെങ്കിൽ 100 50 പറഞ്ഞെങ്കിൽ നമുക്കറിയാം 125 104 അങ്ങനെ എടുക്കണം. 44 ഒരു 4 അല്ലേ 55. അപ്പൊ 125 മില്ലിഗ്രാം ഓഫ് കാൽസ്യം കാർബണേറ്റ് അതിൽ ഉണ്ടായിരുന്നു. 100ൽ നിന്ന് 44 കുറയണം, 25ൽ നിന്ന് 11 കുറയണം. അപ്പൊ 55 കുറഞ്ഞിട്ട് അതിന്റെ അർത്ഥം എന്താണ്? കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് കുറഞ്ഞത് ഓരോ 100ൽ നിന്ന് 44 കുറയും. ഇതില് കാൽസ്യം കാർബണേറ്റിൽ. അതേ സമയത്ത് സിലിക്കയെന്നോ ഒന്നും കുറയുന്നില്ല. മനസ്സിലായില്ലേ? സോ ഡെഫിനറ്റ്ലി വി കാൻ സേ ദാറ്റ് ദ മിക്സ്ചർ കണ്ടെയ്ൻസ്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. എത്രയാണ്? 125 മില്ലിഗ്രാം ഓഫ് കാൽസ്യം കാർബണേറ്റ്. നമ്മൾ 240 120 കാൽസ്യം കാർബണേറ്റ് ആണ്. ബാക്കി എത്രയാണ്? ബാക്കി 115 സിലിക്കയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ടെക്നിക്കുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. നമുക്ക് ചുരുക്കി പറഞ്ഞാല് മനസ്സിലായില്ലേ? തെർമൽ മെത്തേഡ് ഓഫ് അനാലിസിസ് ഇൻവോൾവ്. ഇത് നമ്മൾ എന്താ മെഷർ ചെയ്യുന്ന മാസ് മാത്രമാണ്. മനസ്സിലായില്ലേ? പക്ഷെ എന്താണ് നമുക്ക് ഇതിന്റെ സ്വഭാവങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു സാമ്പിള് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഏതെങ്കിലും പാരാമീറ്ററിൽ വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ സാമ്പിളിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. എന്താണ് സാധനം, ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു സാധനം ചൂടാക്കുമ്പോൾ 150 ഡിഗ്രിയിൽ ഒരു മാസ് ലോസ് കാണുന്നു, 238 ഡിഗ്രിയിൽ വേറൊരു മാസ് ലോസ് കാണുന്നു, 570 വേറെ. അപ്പൊ എന്താണ്? അത് ഇന്ന സാമ്പിൾ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും. കൃത്യമായിട്ട് ഓരോ സബ്സ്റ്റൻസിനും, ഓരോ ഇനോർഗാനിക് സബ്സ്റ്റൻസിനും ഓരോ ഡെഫിനറ്റ് തെർമൽ ബിഹേവിയർ പാറ്റേൺ ഉണ്ടാവും. ഹീറ്റ് ചെയ്യുമ്പോൾ അതിലെ വെയിറ്റിനോ മാസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടിക്കോ ഫിസിക്കൽ പ്രോപ്പർട്ടിക്കോ വരുന്ന മാറ്റങ്ങളെ നമുക്ക് ശരിക്കും നമുക്ക് മാസം മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഒരു സാധനം എന്താണ് എക്സ് ആണോ വൈ ആണോ നോക്കണമെങ്കിൽ പ്യൂർ ആണെങ്കിൽ പ്യൂർ എക്സ് ഓഫ് നമുക്ക് അറിയില്ലെങ്കിൽ യു സിംപ്ലി നോട്ട് ദി മെൽറ്റിംഗ് പോയിന്റ്. രണ്ടിനും മെൽറ്റിംഗ് പോയിന്റ് വളരെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് എക്സ് ആണോ വൈ ആണോ, യാതൊരു സംശയമില്ല. ഇഫ് ഇറ്റ് ദ സാമ്പിൾ ഈസ് പ്യൂർ,
Sample, for example, the melting point of A is equal to 125 degrees Celsius. Melting point of B is equal to 210 degrees Celsius. ഇത് A ആണോ B ആണോ നോക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? വെറുതെ പ്യൂർ ആംഗിൾ മാത്രമാണ്, രണ്ട് മിക്സർ അല്ല കേട്ടോ. അവിടെ പ്യൂർ ആംഗിൾ of course it will, if it melted 125 degree we can say it is A, no doubt, and if it is 210 degree it is B. ഏതോ B ആണോ സംശയം ഉണ്ടെങ്കിലാണ്. 210 മെൽറ്റ് ചെയ്യുന്ന വേറെ സാധനം ഉണ്ടായിക്കൂടാ എന്നില്ല, ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് എ ആണോ ബി ആണോ. അത് ഫോർ എക്സാമ്പിൾ അത് അസെറ്റാനിലൈഡ് ആണോ അതല്ല പാരാബ്രോമോസ്റ്റാനിലൈഡ് ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ബൈ നോട്ടിംഗ് ദി മെൽറ്റിംഗ് പോയിന്റ് പ്രൊവൈഡഡ് നമ്മുടെ മനസ്സിലൂടെ ഇറ്റ് ഇസ് പ്യൂർ ആംഗിൾ മാത്രമാണ്. പ്യൂർ ആംഗിലെ മെൽറ്റിംഗ് പോയിന്റ് റെഡിയോ നമുക്കറിയാം. അത് വേറൊരു പാരാമീറ്റർ ആണ് എന്റെ മെൽറ്റിംഗ് പോയിന്റ്. മാസ് വേറെ ഫിസിക്കൽ പാരാമീറ്റർ ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പാരാമീറ്റർ അതിന്റെ വേരിയേഷൻ, ഇതിന് വേരിയേഷൻ ഇല്ല. ഒരു മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഞാൻ ഒറ്റ മാസ് പറഞ്ഞാലോ അതിന് വേരിയേഷൻ ഉണ്ടാവാം. ചൂടാക്കുന്നതിനനുസരിച്ച് മാസ് കുറഞ്ഞു വരാം. പല കാരണങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ചിലപ്പോൾ കൂടാം, അല്ലാതെ പിന്നെ റിയാക്ഷൻ നടന്നിട്ട്. എന്തായാലും ശരി, അതിന്റെ തെർമൽ ബിഹേവിയർ സ്റ്റഡി ചെയ്തിട്ട് ആ സാമ്പിളിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതിന്റെ പ്യൂരിറ്റി അസെപ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? പ്യൂരിറ്റി അത് പ്യൂറാണല്ലോ നോക്കാൻ പറ്റും. അതിൽ വേറൊരു സാധനം അടങ്ങിയിട്ടുണ്ടോ നോക്കാൻ പറ്റും. കാരണം കാൽസ്യം കാർബണേറ്റിന്റെ കൂടി ചേർത്ത് എന്താണ് മഗ്നീഷ്യം കാർബണേറ്റ് ഉണ്ടെങ്കിൽ അറിയാണ്ട് വന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കുമ്പോൾ മഗ്നീഷ്യം കാർബണേറ്റ് ഡീകമ്പോഷൻ ടെമ്പറേച്ചർ കാൽസ്യം കാർബണേറ്റിനേക്കാൾ വളരെ താഴെയാണ്. അപ്പൊ ഈ പറഞ്ഞ കാൽസ്യം കാർബണേറ്റിന്റെ ഡീകമ്പോഷൻ ടെമ്പറേച്ചർ എത്തുന്നതിന് മുമ്പേ തന്നെ അതിൽ നിന്നൊരു മാസ് ലോസ് വന്നാൽ ഉടനെ മനസ്സിലാക്കണം എന്താണ് അതിൽ കാൽസ്യം കാർബണേറ്റ് അല്ലാതെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന്. മനസ്സിലാകുന്നുണ്ടോ? If it loses mass at a temperature well below the actual decomposition temperature of calcium carbonate, we can definitely say that the sample is not pure, it contains some other thing. Moisture ഉണ്ടെങ്കിൽ dry ആണോ നോക്കണമെങ്കിൽ you can see that on heating it go on losing mass up to 100 or 110 degree. 100 ഡിഗ്രി വരെ ഇങ്ങനെ മാസ് 110 ഡിഗ്രി വരെ മാസ് കുറഞ്ഞു വരും. എപ്പോഴേ ഒരു സാമ്പിൾ മോയിസ്റ്റ് ആണെങ്കിൽ, നമ്മളിത് രണ്ട് സാമ്പിൾ ഉണ്ട്, എയും ബിയും ഉണ്ട്. ഇതിൽ ഏതോ ഒന്ന് കുറച്ച് മോയിസ്ചർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. യു സിംപ്ലി ഹീറ്റ് ഇറ്റ് ആൻഡ് റെക്കോർഡ് ദി മാസ്. Okay, say that it loses some mass and that will be most definitely due to the loss of water. പറഞ്ഞു മനസ്സിലാണ്ടോ? കാരണം വാട്ടർ ക്രിസ്റ്റലൈസേഷൻ ആണെങ്കിൽ പ്രത്യേക ടെമ്പറേച്ചറിലാണ് ലൂസ് ചെയ്യുക. മറ്റേ മോയ്സ്ചർ ആണെങ്കിൽ ചൂടാക്കാൻ തുടങ്ങുമ്പോഴേ പതുക്കെ അതിന്റെ മാസ് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാസ് കുറഞ്ഞു വരും. മനസ്സിലായില്ല? ഇതുപോലെയുള്ള പല ടെക്നിക്കുകളാണ് നമ്മളെ തെർമൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ല ഏകദേശം? ഇപ്പോൾ ഒരു സാമ്പിൾ whatever it may be a pure sample, it may be a compound, it may be a complex, or whatever it may be, is heated or cooled, or it is subjected to a temperature variation, and some physical parameter of the sample is recorded, and using this we can have a lot of idea about the sample purity പറ്റിയും സാമ്പിൾ എന്താണ് അതിന്റെ ക്യാരക്ടറിനെ പറ്റിയും അതിന്റെ ഐഡന്റിറ്റിയെ പറ്റി പോലും നമുക്ക് കൃത്യമായിട്ട് പല വിവരങ്ങളും കിട്ടുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു 4 മെത്തേഡുകൾ പഠിക്കാനുണ്ട്. ഇതിപ്പോ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല, നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയം കളയാനില്ല. ഒരു 4 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതില് തെർമൽ മെത്തേഡ്, ഓപ്റ്റിക്കൽ മെത്തേഡ്, ഇലക്ട്രിക്കൽ മെത്തേഡ്, മറ്റു പല മെത്തേഡുകളുണ്ട്. ഓപ്റ്റിക്കൽ മെത്തേഡുകൾ ഒരുപാട് നമുക്ക് പഠിക്കാം. എക്സ്റേനെ പറ്റി, ഇതിനെ ഒക്കെ അതൊക്കെ അടുത്ത യൂണിറ്റിൽ വരും. അപ്പൊ തൽക്കാലം നമ്മള് തെർമൽ മെത്തേഡ്സിനെ പറ്റി ചെറിയ ഒരു ഐഡിയ ഉണ്ടാക്കും. വിശാലമായിട്ട് പറയാനുള്ള സമയങ്ങളൊന്നും നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് യു കെൻ സി ഇറ്റ് ഈസ് എ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. നിങ്ങൾ സാറിന് ഡിഗ്രിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഈ പഠിക്കുന്ന നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന സാറിന് തന്നെ ആയിരിക്കും തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് യൂഷ്വലി abbreviated as a TGA. തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്, TGA എന്ന് പറയും. ഇവിടെ നമ്മുടെ വാക്ക് ശ്രദ്ധിക്കുക. തെർമോ ഹീറ്റ്, ഗ്രാവിമെട്രിക് എന്ന് നമുക്കറിയാം. ഗ്രാവിമെട്രിക് മാസാണ്, ശരിയല്ലേ? ഗ്രാവിമെട്രിക് നമ്മൾ മാസാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അനാലിസിസ്. അപ്പൊ എന്താണ്? യെസ്, ദ ചേഞ്ച് ഇൻ മാസ് ഓഫ് എ സാമ്പിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് എ temperature is studied. Here in thermogravimetric analysis, TGA, thermogravimetric analysis. Yes, a sample is taken and it is subjected to a temperature variation. Maybe heating or heating or cooling, whatever it may be, and the change in mass.
or the mass is recorded continuously as a function of temperature. The mass is recorded continuously as a function of temperature. അത് പല വിധത്തിൽ പല ടൈപ്പ് TGA thermogrametric analysis. You can say that one is a isothermal TGA. It is also called a static. രണ്ടാമത്തത് ക്വാസി സ്റ്റാറ്റിക്. മൂന്നാമത്തത് ഓഫ് കോഴ്സ് എന്തായിരിക്കും? സ്റ്റാറ്റിക് കഴിഞ്ഞാൽ ഡൈനാമിക്. In isothermal TGA, isothermal thermogrametric analysis, we can see that the sample is brought to a particular temperature. Brought to പതുക്കെ ചൂടാക്കുകയല്ല. അപ്പോൾ നമ്മൾ ഒരു സാമ്പിള് 500 ഡിഗ്രിയുള്ള ഒരു കണ്ടെയ്നറിൽ പെട്ടെന്ന് ഒരു ഓവൻ 500 ഡിഗ്രിയുള്ള സ്ഥലത്തേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ 600 ഏതൊരു പ്രത്യേക ടെമ്പറേച്ചറിലേക്ക്, ദാറ്റ് ഈസ് എ ഐസോതെർമൽ, ഒരു ഹൈ ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ടും. ആൻഡ് മാസ് ഈസ് റെക്കോർഡ് കണ്ടിന്യൂസ്ലി. അപ്പൊ 500 ഡിഗ്രിയിൽ എത്തുമ്പോൾ തന്നെ 500 ഡിഗ്രിക്ക് എത്തുന്ന പെട്ടെന്ന് തന്നെ അതിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സേ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എൻ ഓവൻ, സേ ഇറ്റ് ഈസ് 600 ഡിഗ്രി ഓർ 7 വാട്ട് എവർ ഇറ്റ് മേ ബി. ദാറ്റ് ഈസ് ആ ടെമ്പറേച്ചറിൽ അതിൽ എന്തൊക്കെ വേരിയേഷൻ വരും നമുക്ക് കൃത്യമായിട്ട് 200 ഡിഗ്രിയിൽ അല്ലെ 300, അത് സ്റ്റാറ്റിക് ആണ്. ആ ടെമ്പറേച്ചർ മാത്രം ഐസോതെർമൽ, ഒരേ ടെമ്പറേച്ചർ ഐസോതെർമൽ TGA ഓർ സ്റ്റാറ്റിക്. ക്വാസി സ്റ്റാറ്റിക്കിലാണെങ്കിൽ the sample is brought to a particular temperature in different stages. ആദ്യം 200ലേക്ക്, അപ്പൊ അതിന്റെ മാസിൽ വരുന്ന മാറ്റങ്ങളോ, പിന്നെ 250ലേക്ക് അല്ലെ 300ലേക്ക്, പിന്നെ 350ലേക്ക്, പിന്നെ 400ലേക്ക്, ഒരു 50 ഡിഗ്രിന്റെ വ്യത്യാസം അല്ലെ 100 ഡിഗ്രിന്റെ വ്യത്യാസം അല്ലെ 200 ഡിഗ്രിന്റെ വ്യത്യാസം എന്തെങ്കിലും ആവട്ടെ, ഓരോ ടെമ്പറേച്ചറിലും കൊണ്ടുവന്നു. അവിടത്തേക്ക് നമ്മൾ പതുക്കെ ചൂടാക്കല്ല, ഒറ്റയടിക്കാ ടെമ്പറേച്ചർ എത്തിക്കോ. 200 ഡിഗ്രിക്ക് വരെ ഹീറ്റ് ചെയ്ത് അതിന്റെ മാസ് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അതിന് നേരെ 300 ഡിഗ്രിയിലേക്കാണ് കൊണ്ടത്. 250 200 പറ്റി ആലോചിക്കുന്നുണ്ട്. 300 എത്തുമ്പോൾ അതിനകത്തൊക്കെ മാറ്റം വരുന്നു നോക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ക്വാസി സ്റ്റാറ്റിക്. മൂന്നാമത്താണ് ശരിയായി നമുക്ക് പഠിക്കാൻ പ്രധാനമായിട്ടുള്ള ഡൈനാമിക് തെർമോഗ്രാമെട്രിക് അനാലിസിസ്, ഇൻ വിച്ച് ദ മാസ് ഈസ് റെക്കോർഡഡ് കണ്ടിന്യൂസ്ലി ആസ് ദ ടെമ്പറേച്ചർ ഈസ് വാരിഡ്, യൂഷ്വലി ഇൻക്രീസ്ഡ്. വാരിഡ് ഇൻക്രീസിംഗ് ആണ്. മനസ്സിലായില്ലേ? അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. പ്രീ ഡിറ്റർമിൻഡ് നമ്മൾ നേരത്തെ തീരുമാനിക്കുക. ഓർ യൂഷ്വലി എന്താണ് ലീനിയർ റേറ്റ്. എന്താ ലീനിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? യു ടേക്ക് എ സാമ്പിൾ ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് റെക്കോർഡഡ് കണ്ടിന്യൂസ്ലി ആസ് ദ ടെമ്പറേച്ചർ ഈസ് വാരിഡ്. അങ്ങനെ ഇൻ എ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് പ്രിഫറബിളി at an isothermal rate എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോതെർമൽ അല്ല, എന്തൊരു വാക്ക് എന്താണ്? That is say 3 degrees Celsius per minute. ഐസോതെർമൽ അല്ലെങ്കിൽ 5 degrees Celsius per minute, അല്ലെങ്കിൽ 10 degrees അല്ലെങ്കിൽ 1/2 degree Celsius per minute. എന്തായാലും നമ്മൾ നേരത്തെ തീരുമാനിക്കും നമ്മൾ എത്ര ഡിഗ്രിയാണ് ഓരോ മിനിറ്റിന് കൂട്ടുന്നത്. ലീനിയർ റേറ്റ്, ലീനിയർ റേറ്റ് എന്ന് പറയുന്നത് ഐസോതെർമൽ വാക്യം പറഞ്ഞ അർത്ഥത്തിൽ ഏറ്റവും ലീനിയർ റേറ്റ് പ്രീ ഡിറ്റർമിൻഡ് ആണ്, അത് ലീനിയറുമാണ്. പോയിന്റ്. അപ്പൊ നമ്മളൊരു സാമ്പിൾ എടുക്കുക, അതിനാ ഒരു ഓവനിലാണ്, ഓവൻ നമ്മൾ ലാബിൽ കാണുന്ന ഓവനല്ല, ഒരു ഫർണസിൽ, ഫർണസിൽ, ആ ഫർണസിൽ വെച്ച് തന്നെ അതിന്റെ മാസ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. ഓക്കെ, മാസ് ഈസ് റെക്കോർഡ് കണ്ടിന്യൂസ്ലി. ഓരോ മിനിറ്റിലും അതിന്റെ മാസ് ഇങ്ങനെ, അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലോ അല്ലെങ്കിൽ ഓരോ മിനിറ്റിലോ മാസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ലീനിയർ ആയിട്ട് കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യും. എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന ഒരു റേറ്റ്, അത് ചെറിയ റേറ്റ് ആവാം, വലിയ റേറ്റ് ആവാം. ലീനിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ഈച്ച് മിനിറ്റ് there will be a particular degree rise in temperature. That may be 1/2 degree, 1 degree, 2 degree, 5 degree, 10 degree, whatever it may be. It is a linear rate. 10 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി കൂടും. ഇവിടെയൊക്കെ 10 മിനിറ്റ് കൊണ്ട് 50 ഡിഗ്രി കൂടും. 10 മിനിറ്റ് കൊണ്ട് 50 ഡിഗ്രി കൂടുക എന്നല്ല, ഓരോ മിനിറ്റിലും 5 ഡിഗ്രി കൂടുക തന്നെയാണ്. അത് തന്നെ അത് ഓരോ സെക്കൻഡിലും 5 ഡിഗ്രി കൃത്യമായിട്ട് ലീനിയർ ആയിരിക്കണം. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? മിനിറ്റിൽ 5 ഡിഗ്രി കൂടിയാൽ പോരാ, ഓരോ സെക്കൻഡിലും 5/60 എത്രയാണോ അത്രയും കൂടിയിരിക്കണം. എന്നാലേ ഒരു മിനിറ്റ് ആകും. അപ്പോൾ കറക്റ്റ് ലീനിയർ റേറ്റില് ടെമ്പറേച്ചർ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ഫ്രോം ആംബിയന്റ് ടെമ്പറേച്ചർ അപ് ടു വെരി ഹൈ ടെമ്പറേച്ചർ, യൂഷ്വലി അപ് ടു സേ
1000 degree or 1200 degree or something like that. It is heated. And its mass is recorded continuously. Any change in mass? Change in mass is recorded. And yes, the output from that instrument, which instrument is a graph, a plot of a temperature, mass versus temperature. Mass versus temperature. The mass is along the axis of, and yes, here you have the temperature. Temperature or time രണ്ടും ഒരുപോലെയാണ്. കാരണം എന്താണ്? കാരണം ഓരോ ഡിഗ്രി അല്ല ഓരോ മിനിറ്റിന് കൂടുന്നത് 3 ഡിഗ്രി വെച്ചാണെങ്കിൽ നമുക്കറിയാം. ഇതിപ്പോ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, 6 മിനിറ്റ്, നമുക്ക് 4 ഡിഗ്രി, 8 ഡിഗ്രി, 12 ഡിഗ്രി, 16 ഡിഗ്രി, 20 ഡിഗ്രി, 24 ഡിഗ്രി എന്നായിരിക്കും. ഇപ്പൊ ടൈം ആയ ലീനിയർ റേറ്റിനാണെങ്കിൽ ലീനിയർ റേറ്റിനാണെങ്കിൽ ടൈം ആയാലും ടെമ്പറേച്ചർ ആയാലും രണ്ടും ഒരുപോലെയാണ്. എക്സ് ആക്സിൽ, വൈ ആക്സിസിൽ എന്താണ്? മാസ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. മനസ്സിലാണ്ട? Let us see what happens or what happens when a particular sample is heated and what happens to the mass. നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ ഹീറ്റ്, ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ പല ചേഞ്ചസും വരാം. ഫിസിക്കൽ ചേഞ്ചസ് വരാം, മെൽറ്റിങ്, ഫേസ് ചേഞ്ച്, അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചസ് വരാം, ഓക്സിഡേഷൻ അല്ലേ, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ, പലതും വരാം. ഫിസിക്കൽ ചേഞ്ച് വന്നാൽ കാര്യമായി മാസിന് മാറ്റം വരാൻ സാധ്യതയില്ല, എക്സെപ്റ്റ് വെൻ ഇറ്റ് ബോയിൽസ്. സാധാരണ ഫേസ് ചേഞ്ച് വരുമ്പോഴോ മെൽറ്റ് ചെയ്യുമ്പോഴൊന്നും മാസിന് യാതൊരു മാറ്റവും വരില്ല. പക്ഷെ ബോയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാസ് കുറയും, കാരണം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. നേരെ മറിച്ച് കെമിക്കൽ ചേഞ്ചസ്, റിയാക്ഷൻസ്. നമ്മളൊരു സാമ്പിൾ എടുക്കുക, വളരെ ഫെമിലർ ആയ അല്ലെങ്കിൽ തെർമോഗ്രാമീറ്ററിൽ എപ്പോഴും സൂചിപ്പിക്കപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കാൽസ്യം ഓക്സലേറ്റ് monohydrate. If you take a very pure sample, extra pure sample, dry sample of a calcium oxalate monohydrate, and you imagine it to be heated slowly, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക റേറ്റിൽ ചൂടായിക്കൊണ്ട് വരുമെന്ന് വിചാരിച്ചു. ഇതിൽ എന്താ സംഭവിക്കുക? ഇതിൽ സാധിക്കുന്ന 3 ചേഞ്ചസ് പോസിബിൾ ആണ്. കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് on heating does not change weight up to a particular temperature because it is a very stable, it is a very pure, and moisture ഒന്നുമില്ല. നമ്മൾ ഇത് മോയ്സ്ചർ അല്ല കേട്ടോ, ഇത് വാട്ടർ ക്രിസ്റ്റലൈസേഷൻ, അത്ര എളുപ്പത്തിൽ പോകില്ല, മോയ്സ്ചർ പെട്ടെന്ന് പോകും. അപ്പോൾ 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ അതിന്റെ മാസിന് യാതൊരു മാറ്റം വരില്ല. അപ് ടു എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫസ്റ്റ് ചേഞ്ച് any most probably any hydrated salt on heating will lose the water of hydration or water crystallization and get converted into ഇതൊരു ഗ്യാസാണ്, എന്നറിയാം, വാട്ടർ വേപ്പറാണ്, അത് ഓർത്തേക്കും. ഓക്കെ, then it becomes a anhydrous calcium oxalate. See, the temperature is going on rising and anhydrous calcium oxalate is somewhat stable compound and it will not undergo any change up to a particular temperature where CaC2O4 decomposes to again CO is a gas will escape. And calcium carbonate, as we have seen, it is stable. നമ്മൾ നേരത്തെ കാൽസ്യം കാർബണേറ്റ് 500 ഡിഗ്രി ടെമ്പറേച്ചർ വരുന്നത് 500 ഒന്നല്ല കേട്ടോ, ഒരു ടെമ്പറേച്ചർ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദിസ് കാൽസ്യം കാർബണേറ്റ് at a still higher temperature now it has become a very stable calcium oxide which is highly stable up to a very high temperature. നമ്മൾ നേരത്തെ പറഞ്ഞു യൂഷ്വലി we heat it up to 1000 or 1200 degrees Celsius ഉള്ള ടെമ്പറേച്ചർ ഒന്നും യാതൊരു മാറ്റവും വരില്ല, കോൺസ്റ്റന്റ് ആയി. ഈ മാറ്റങ്ങളാണ് നമ്മുടെ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൽ നടക്കുന്നത്. So we can see that there are 3 distinct stages of decomposition. At each stage of decomposition, a gaseous component escapes, resulting in the decrease or loss of some mass. And we see these 3 changes are separated by clear-cut differences. 200 ഡിഗ്രി 300 ഡിഗ്രി വ്യത്യാസം ഓരോ നടക്കുന്നത്. കുറേ നേരത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, പിന്നെ വീണ്ടും മാസ് കുറയും, പിന്നെ വീണ്ടും മാസ് കുറയും, അങ്ങനെ വരുന്നത്. So if we make a plot of, നേരത്തെ പറഞ്ഞ പോലെ plot of the mass of the sample against a
time or temperature. ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ആൻഡ് ടെമ്പറേച്ചർ ആണ് കുഴപ്പമില്ല, ബിക്കോസ് the heat temperature rises by a linear rate. അതുകൊണ്ട് ടൈം അല്ല, എന്തെങ്കിലും പറ്റൂല, അല്ലെ ടെമ്പറേച്ചർ ടൈം വേറെ വേറെ കാരണം. ഇത് ടെമ്പറേച്ചർ ടൈം വേറെ ഓരോ ഡിഗ്രിക്കും അല്ല ഓരോ മിനിറ്റിനും പർട്ടിക്കുലർ ഡിഗ്രിയാണ് കൂടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 ഡിഗ്രി 5, 10, 15, 20 ആണ് കൂടുന്നത്. 2 2, 4, 6. അപ്പോൾ ടൈം ആൻഡ് ടെമ്പറേച്ചറാണ് വ്യത്യാസം ഒന്നുമില്ല. ആൻഡ് വി കൻ സീ ദാറ്റ് അറ്റ് ദ ബിഗിനിങ് ദാറ്റ് ഈസ് എ 30 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രിയിൽ അതിന്റെ മാസ് ഇത്ര ഉണ്ടാവും. പിന്നെ കുറേ നേരത്തേക്ക് മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ റിയാക്ഷൻ നടക്കുന്ന നമ്പർ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? യു കൻ സീ ദാറ്റ് മാസ് താഴോട്ട് പോകും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് സഫേഴ്സ് എ ലോസ് ഓഫ് മാസ് ഡ്യൂ ടു ദ ലോസ് ഓഫ് വാട്ടർ വേപ്പർ, വിച്ച് ഈസ് ആക്ച്വലി ദ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ, നോട്ട് ദ മോയ്സ്ചർ. മോയ്സ്ചർ നമ്മൾ ഡ്രൈ സാമ്പിൾ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഡ്രൈ സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അതിന്റെ മാസ് കുറയാൻ തുടങ്ങും. മോയ്സ്ചർ സാമ്പിൾ ആണ്. കാരണം എന്താണ്? മോയ്സ്ചർ കൻ എസ്കേപ്പ് അറ്റ് എനി ടെമ്പറേച്ചർ. 30, 40, 50, 55 മോയ്സ്ചർ കുറഞ്ഞു വരും. നേരെ മറിച്ച് വാട്ടർ ക്രിസ്റ്റലൈസേഷൻ അങ്ങനെ ഒരു ഡീകമ്പോഷൻ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ മാത്രമേ അത് പ്രത്യേക ടെമ്പറേച്ചറിലല്ല, പ്രത്യേക ടെമ്പറേച്ചർ റേഞ്ചിലായിരിക്കും. 300 ഡിഗ്രിയിൽ അല്ലെ 400 ഡിഗ്രിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. 450 മുതൽ 550 ഡിഗ്രിയിൽ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്താണ്? മാസ് കുറഞ്ഞ് വന്ന് കുറച്ച് കഴിയുമ്പോൾ എന്താവും? അത് കോൺസ്റ്റന്റ് ആവും. അപ്പോഴേ അതിപ്പോൾ എന്തായി? കാൽഷ്യം ഓക്സലേറ്റ് ആയി. പിന്നെ കാൽഷ്യം ഓക്സലേറ്റ് ഡീകമ്പോസ് ചെയ്യുന്ന ടെമ്പറേച്ചർ പിന്നെ കുറെ കൂടണം. കുറെ കഴിയുമ്പോൾ അത് പിന്നെ ഡീകമ്പോസ് ചെയ്യും. എന്ത്? ഇറ്റ് വിൽ ലൂസ് എ കാർബൺ മോണോക്സൈഡ്. അത് വേറെ ടെമ്പറേച്ചറിലാണ്, അറ്റ് ഹയർ ടെമ്പറേച്ചർ. ആൻഡ് ദ മാസ് ലോസ് stops, or it again become constant. Now it is converted into calcium carbonate. പിന്നെ കുറെ കഴിഞ്ഞ് അതിന്റെ ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് എന്താവും? കാൽഷ്യം ഓക്സൈഡ് ആവും. കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് CaC2O4H2O. ഇവിടെ -H2O, ഇവിടെ CaC2O4, ഇവിടെ -CO, ഇവിടെ CaCO3, -CO2, ഇവിടെ CaO. മനസ്സിലാകുന്നുണ്ടോ? So now the plot or the graph, we can see that it has a series of horizontal portions and a series of slanting portions. ശരിയല്ലേ? കുറെ ഹൊറിസോണ്ടൽ പോർഷൻ, കുറെ ഹൊറിസോണ്ടൽ ഗ്രാഫ് ഇങ്ങനെ പോയി പെട്ടെന്ന് ചെരിഞ്ഞ് താഴേക്ക് വന്ന് പിന്നെ കോൺസ്റ്റന്റ് ആയി ഇങ്ങനെ ഒരു കാസ്കേഡ് പോലെ നമുക്ക് പറയാം. ഇങ്ങനെ അത് താഴേക്ക് പോകുന്നു. So a well defined plot of such a plot will have a series of horizontal portions which represent a thermally stable intermediate. ഇതൊക്കെ ഇന്റർമീഡിയറ്റ് ആണ് ഇത് ഫൈനൽ പ്രോഡക്റ്റ് അല്ലേ? ഈ ചെറിയ ഭാഗം എന്താ കാണിക്കുന്നത്? താഴോട്ട് വരുന്നത് എന്താണ്? ലോസ് ഓഫ് മാസ് ഡ്യൂ ടു ദ ലോസ് ഓഫ് or the decomposition of the sample resulting in the evolution of some gaseous component. So what is the molecular mass of CaC2O4H2? We can see that Ca is 40, C2 is 24, O4 is 64 and H2O is 80. CaC2O4H2O. You can see that 146 is the molecular mass of a calcium oxalate monohydrate. And what is the molecular mass of a calcium oxalate? ഇതിൽ 18 കുറച്ചാൽ മതി. ഇത്രയാണ് 128 is the mass of a CaC2O4. ശരി, 128. മറ്റേത് 146. അടുത്തതിനായിരിക്കും? അടുത്തത് 100 is the molecular mass of calcium carbonate and 56 is the molecular mass of a calcium oxide. So we can see that if you have started the experiment with 128 milligram, അത്രയൊന്നും വേണ്ട, വേറെ കാര്യം മനസ്സിലാവും. അപ്പോൾ തിയററ്റിക്കലി പറയാണ് 108 മില്ലിഗ്രാം എടുത്ത് തുടങ്ങിയ നമുക്കറിയാം ഈ ശരീരം നമ്മുടെ കാലിൽ നിന്ന് ഒരു 18 മില്ലിഗ്രാം കുറഞ്ഞിട്ടുണ്ടാവും. ശരിയല്ലേ? If you have started exactly 128 milligram of calcium oxalate monohydrate, the first weight loss will be of 18 milligrams by the loss of a water of crystallization. And the second stage of decomposition, we can see that it will lose a
CO, that is a 28, CO, no, 28, C more 1 or 1 28, that will become 100.